ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് പോകുന്നത് സൊറെൻറ്റോയിലാണ്. അപ്പോൾ സൊറെൻറ്റോയിൽ ആണ് എൻ്റെ സ്റ്റേ ഉള്ളത്. പക്ഷേ എനിക്ക് പോസിത്താനോ ആണ് സൊറെൻറ്റോന്ന് കവർ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇവിടെ ഇപ്പം സലേർണോന്ന് ട്രെയിൻ എടുക്കാമെന്ന് പറഞ്ഞ് ഇനീഷ്യൽ പ്ലാനെങ്കിലും പിന്നീട് ഞാൻ ഫെറി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ട്രെയിന് നല്ല സമയമെടുക്കും. പക്ഷേ എന്താണെങ്കിലും ഞാനൊരു ഫെറി റൈഡ് പോസിത്താനോയിൽ പോകുമ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ബിക്കോസ് ദ വ്യൂ ഈസ് ബ്യൂട്ടിഫുൾ. അങ്ങനെയാണ് എനിക്ക് അറിയാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് അമാൽഫിയിലേക്ക് ഇന്നലെ ബസ് എടുത്തതും ഇന്ന് പോസിത്താനോയിലേക്ക് ഫെറി എടുക്കുന്നതും. അപ്പോൾ ഇവിടുന്ന് യൂഷ്വലി ടൈം സേവ് ചെയ്യാനൊക്കെ ഫെറി മാർഗ്ഗമാണ് നല്ലത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം ഞാനിവിടെ ഇതിൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഫെറി എടുക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തു. 17 യൂറോസാണ് സലേർണോ ടു പോസിത്താനോയിലുള്ള ഫെറി ചാർജ് എന്ന് പറയുന്നത്. നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. പിന്നെ ഞാൻ ആ സമയമാകുമ്പോൾ എത്തുമോ ഇല്ലയോ എന്നൊന്നും അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടെടുക്കാമെന്ന് വിചാരിച്ചത്. സോ ഇതിപ്പോൾ ഞാൻ സലേർണോ എന്നുള്ള വീഡിയോസ് ആട്ടോ. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടില്ല. സലേർണോ എനിക്ക് ആക്ച്വലി ഇഷ്ടമായിട്ടോ. നല്ല കാമായിട്ടുണ്ട്, നല്ല ആൾക്കാരാണ്. ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് ഫോർ മീ. ഇനി നമുക്ക് സൊറെൻറ്റോ ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസിത്താനോ അമാൽഫി ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ എടുക്കാം കേട്ടോ. ഞാൻ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സലേർണോ സൊറെൻറ്റോ ആണ് കമ്പാരിറ്റീവ്ലി ചീപ്പായിട്ടുള്ള ഓപ്ഷൻസ്. കാരണം അമാൽഫി അല്ലെങ്കിൽ കാപ്രി, പോസിത്താനോ ഇതൊക്കെ നല്ല ടൂറിസ്റ്റ് ആയതുകൊണ്ട് തന്നെ സൂപ്പർ എക്സ്പെൻസീവ് ആണ് സ്റ്റേ, പിന്നെ ഫുഡൊക്കെ വരുന്നത്. ഇവിടെ ആക്ച്വലി നല്ല ചീപ്പാണ്. ഞാൻ ഇന്നലെ ഒരു റാപ്പ് വാങ്ങിച്ച് കഴിച്ച് 5 യൂറോ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം മിലാനിലൊക്കെ ആണെങ്കിൽ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ ആ ഒരു സംഭവത്തിന് ഇത്ര ചീപ്പായിട്ട് കിട്ടും. ഈവൻ 3 യൂറോസിന് വരെ നിങ്ങൾക്ക് ഫുഡ് കിട്ടും. സോ ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ്. സലേർണോ മൊത്തത്തിൽ എനിക്ക് എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നി കേട്ടോ ഈ ഒരു സ്ഥലം. ഇനി നമുക്ക് സൊറെൻറ്റോയും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ഇതാണ് എൻ്റെ ടിക്കറ്റ്, ഫെറിയുടെ ടിക്കറ്റ്. കണ്ടോ, സലേർണോന്ന് പോസിത്താനോ വരെയുള്ളത് 1 വേ ടിക്കറ്റാണ്. പോസിത്താനോന്ന് ഞാൻ മോസ്റ്റ്ലി ബസ് എടുത്തിട്ടായിരിക്കും സൊറെൻറ്റോയിൽ പോവുക. എൻ്റെ മെയിൻ പ്രശ്നം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞേക്ക് ബസ് എന്ന് പറയണത് പേടിയാണ്. കാരണം ഇന്നലെ എനിക്ക് വയ്യാണ്ടായി. ഞാൻ വിചാരിച്ചു 2ാമത്തെ ഡേ തന്നെ പണി കിട്ടുമോ. പിന്നെ ഉറങ്ങിയൊക്കെ എണീറ്റപ്പോൾ ശരിയായി, കുഴപ്പമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് എനിക്ക് ബസ് എടുക്കണം. ഇന്നലെ ടിക്കറ്റ് വാലിഡ് ആണ്. ഞാനിന്നലെ വെറുതെയാണ് 1 ഡേ ഫുൾ പാസ് എടുത്തത്. അതിൻ്റെ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പിന്നെ ബസ് എടുത്ത് പോയില്ല. അതുകൊണ്ട് അല്ലാത്തുള്ളവർക്ക് അത് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. എല്ലാവരും ഇവിടെ ബോർഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. 10:14 ഫെറി എടുക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ഫെറി ഭയങ്കര ചീപ്പല്ലേ. അതായത് കൊച്ചിയിലൊക്കെ 5 രൂപയൊക്കെ അല്ലേ ഉള്ളൂ. ഇവിടെ 17 യൂറോ, 13 യൂറോ. ഈവൻ ഞാൻ ചിങ്ക്വെത്തെറയിൽ പോയപ്പോഴും അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിരുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എനിക്ക് 25 യൂറോ അങ്ങനെ എന്തോ ആയിരുന്നു. എനിവേസ് നമുക്ക് നോക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ ഫെറിയിൽ കയറുകയാണ് ഗൈസ്. മേലെ പോകണോ താഴെ ഇരിക്കണോ എന്ന് ആണ് ഞാൻ ആലോചിക്കുന്നത്. നോക്കാം. ലഗേജ് കൊണ്ട് കയറണം. ഞാൻ മേലെ തന്നെയാട്ടോ കയറിയത്. പക്ഷേ ഇൻസൈഡിൽ വന്നിരുന്നു. കാരണം ചിലപ്പോൾ നല്ല വെയിലുണ്ടാവും. പക്ഷെ ഞാൻ പുറത്ത് പോയി നിൽക്കും കുറച്ച് നോക്കാനായിട്ട്. ഇതാണ് ഏറ്റവും ടോപ്പ്. പക്ഷെ ഇവിടെ കണ്ടു, ഇവിടെ നല്ല ക്രൗഡഡ് ആണ്. കണ്ടോ ആൾക്കാർ. ഇപ്പം നമ്മൾ അമാൽഫിയിലെത്തിയപ്പോൾ ഞാൻ കണ്ടോ ഇത് മേലെ കയറി. അപ്പോൾ എനിക്കിനി ഇവിടെ ഫുൾ വ്യൂസ് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. വെയിലുണ്ട്, അതൊരു പ്രശ്നമാണ്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഹാറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അമാൽഫിയാണ്. ഇത് കണ്ടോ ഫുൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടോ. അപ്പോൾ ഫുൾ സെറ്റാണ് നമ്മൾ. ആക്ച്വലി ഞാൻ അവിടെ താഴെ ഇരുന്നപ്പം എൻ്റെ അടുത്ത് 2 സീറ്റ്സ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഒരു ഫിലിപ്പീൻ കപ്പിൾ വന്നിട്ട് അവർക്ക് ഞാൻ സീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഞാൻ എൻ്റെ അടുത്ത് വെച്ച് ഒറ്റയ്ക്കാണെന്നൊക്കെ വെച്ചാൽ ഞാൻ ആന്നൊക്കെ പറഞ്ഞ് എൻ്റെ മേലെ വന്നപ്പോൾ ഇവർക്ക് ഫ്രണ്ടിൽ കിട്ടി. അപ്പോൾ ഇവർ തൊട്ട് ബാക്കിൽ ഇവരുടെ പിള്ളേരുണ്ട് കേട്ടോ. ഇത് ഇവിടെ ഇരിക്കുന്നത് അവരുടെ പിള്ളേരാണ്, 2 ആൾക്കാർ. അപ്പോൾ അവർ എന്ത് ചെയ്തു, എനിക്കും കൂടെ വേണ്ടിയിട്ട് ഇവിടെ സീറ്റ് എടുത്തത്. അപ്പോൾ നല്ല വെയിലിൻ്റെ സമയമാണ്. പക്ഷേ ഇപ്പം ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ വലിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. ഇതാണ് ഇപ്പം ഏറ്റവും ടോപ്പ് ബോട്ടിൻ്റെ. ഇന്നലത്തെ ഞാൻ അവിടെ നിന്നായിരുന്നു കുറേ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തത്. ഇപ്പം ഇതേ അമാൽഫി കോസ്റ്റ് ഒന്നും കൂടെ കണ്ടോളൂ. ഇപ്പം ബോട്ട് എടുത്തു. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ക്ലൈമറ്റിന് ഭയങ്കര ബോട്ട് 6 അത്. താഴെ ഇരിക്കുമ്പോൾ എനിക്ക് ചൂടെടുക്കാൻ തുടങ്ങിയ. ഇവിടെ മേലെ എത്തിയപ്പോൾ നല്ല കാറ്റ് കണ്ടോ.
അപ്പം എനിക്ക് തണുക്കാൻ തുടങ്ങി. പക്ഷേ ജാക്കറ്റ് ഇട്ടാൽ നല്ല ചൂടായിരിക്കും. ഒരു വൃത്തികെട്ട ക്ലൈമറ്റ്, പക്ഷെ നല്ല സുഖമുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ മൈസെൽഫ്. അവിടെ കണ്ടോ, നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്. നല്ല കാറ്റാണ്. ഞാൻ പറയണേ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓൾമോസ്റ്റ് അങ്ങനെ അരമണിക്കൂർ ആവാറായി. ഇപ്പം നമ്മൾ പോസിത്താനോ അടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്കാണ് ഫെറി പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്ക് എന്ത് രസമാണല്ലേ. മൊത്തത്തിൽ ഇതിൻ്റെ വ്യൂ കാണിച്ചു തരാമേ. ഇടയിലൊക്കെ ആൾക്കാരുണ്ട്, പക്ഷെ കണ്ടോ, can you feel me? Oh man, it's so nice. ഇനി നമ്മൾ പോസിത്താനോ തിരിയുന്നു ഗൈസ്. കൂടെ അടുത്ത വ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇതാണ് ബോട്ട്. ഇപ്പം നിർത്തി, ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങണം. ഇതാണ് അമാൽഫിനെക്കാളും കുറച്ചും കൂടെ വലിയൊരു സംഭവമായിട്ട് തോന്നുന്നു. അതായത് കുറച്ചും കൂടെ സ്ഥലങ്ങളുള്ളത് പോലെ. സ്ഥലങ്ങളെന്ന് വെച്ചാൽ ഐ മീൻ സ്പേസ് കുറച്ചും കൂടെ പോസിത്താനോയിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ, ലെറ്റ്സ് ഗോ. ഞാൻ ഇറങ്ങാണ്. സോ ദാ ഇപ്പൊ ഇവിടെ ഫെറി ഇറങ്ങി. ഇനി അത്ര കയറേണ്ടി വരുമോ എന്നൊന്നും അറിയില്ല. ബട്ട് ലെറ്റ്സ് ഗോ ആൻഡ് സീ. ദ മെയിൻ പ്രോബ്ലം ഈസ് എൻ്റെ ലഗേജ് ആണ്. ഈ ലഗേജ് ഇനി എവിടെ വയ്ക്കും? ഇനി ലഗേജ് എടുത്ത് നടക്കേണ്ടി വരുമോ? ഇപ്പം ലഗേജിന് വെച്ചാലും എനിക്കിനിയിപ്പോൾ സൊരന്തോ പോകുമ്പോൾ അതൊരു പ്രശ്നമാവോ എന്നൊന്നും അറിയില്ല. ബട്ട് എനിവേസ് ലെറ്റ്സ് ഫിഗർ ഇറ്റ് ഔട്ട്. എഗെയിൻ ഈ പോസിത്താനോ എന്ന് പറയുന്നത് നമ്മൾ ഈ ബീച്ച് മാതിരിയുള്ളൊരു കോസ്റ്റൽ സൈഡാണ്. ഞാൻ ഇന്നലെ പറയണ്ടായിരുന്നില്ല, ഇന്നലെ ഞാൻ ലിമോൺ സോർബെ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ ഇവിടെ ഉള്ളൊരു സംഭവമാണ് ലിമോൺ ചെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊരു ആൽക്കഹോൾ ഡ്രിങ്ക് ആണ് വിത്ത് ഫ്ലേവർ ഓഫ് ലെമൺ. പക്ഷെ അത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഡ്രിങ്ക് ആയിട്ടുള്ളതല്ല. ഇപ്പം നമ്മൾ പിസ്സയുടെ ഒക്കെ കൂടെ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് കുടിക്കണ ഒരു സംഭവമാണ്. അതിങ്ങനെ ആൽക്കഹോളിക് ആണെങ്കിലും നമ്മുടെ വിസ്കി അങ്ങനത്തെ സാധനങ്ങൾ അല്ല. അത്ര ഐ ഡോണ്ട് നോ ഹൗ ടു പുട്ട് ഇറ്റ് ഇൻ വേർഡ്സ്. ഓക്കെ, ഇത് കണ്ടോ, ഇവിടെയാണ്. ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അവിടെ ഫെറി വന്നിറങ്ങും. ഇനി എനിക്ക് ബസ് എവിടെ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. സി, എനിക്ക് വാഷ്റൂമിൽ പോകണമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു അമ്മയും മോളും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഞാൻ ലഗേജ് ഏൽപ്പിച്ചു എന്നല്ല, ഇവിടെ എൻ്റെ ലഗേജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാവുമെങ്കിൽ ഞാൻ വാഷ്റൂം പോയി വന്നോട്ടെ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പക്ഷേങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ആ വാഷ്റൂംസ് എല്ലാം ക്ലോസ്ഡ് ആണ്. സോ ഞാൻ കുറച്ച് ബീച്ച് സൈഡിൽ നിന്ന് മാറി ഇങ്ങോട്ട് വന്നു. ഇവിടെ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ടൂറിസ്റ്റ് ആയ കുറേ ഷോപ്സും റെസ്റ്റോറൻറ്റ്സൊക്കെയാണ് ഈ സൈഡിലുള്ളത്. അമാൽഫിനെക്കാളും കുറച്ചും കൂടെ വൈബ് ഇവിടെ തോന്നുന്നുണ്ട് കേട്ടോ പോസിത്താനോയിൽ. ഇതിലൂടെ സ്റ്റെപ്സിൻ്റെ കൂടെ മേലെ കയറിപ്പോയാൽ നല്ല സീനറി ആണെന്നൊക്കെ പറയുന്നുണ്ട്. But the thing is, I have my luggage. അയ്യോ, ഇന്ന് രാത്രി നമ്മളിങ്ങനെ നടു ഓടിച്ച് തൂക്കുന്നതാണ് തോന്നുന്നത്. ഈ ഒരു ഏരിയ ഉണ്ടോ, ഇവിടെ ഫുള്ള് ഇവർ ലെമണിനെ അങ്ങോട്ട് എന്താ പറയുക, ഒരു എനിക്കെന്താ ഇച്ചിരി വേർഡ്സ് കിട്ടാത്ത ഒരു മാർക്കറ്റിംഗ് സാധനമായിട്ട് അങ്ങോട്ട് വെച്ചിരിക്കുക. ലെമണിനെ കൊണ്ടുള്ള പല പല സാധനങ്ങൾ. എനിക്ക് തോന്നുന്നു ബസ് സ്റ്റോപ്പിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കയറി പോകണം. അവിടെ അത്യാവശ്യം നടക്കണം, കാരണം എന്തായാലും ഇത് ഫുള്ള് കോസ്റ്റൽ ഏരിയ ആണ്. ഇവിടെ ഒരു വണ്ടി പോലും കാണാനില്ല. അപ്പോൾ എന്തെങ്കിലും കിട്ടണ്ടെങ്കിൽ മേലെ തന്നെ പോകണം. ഇവിടെ പോസിത്താനോൻ്റെ ചർച്ചുണ്ട്. ഇപ്പം മനസ്സിലായി കാണുമല്ലോ, നമ്മൾ എവിടെ യൂറോപ്പിൽ പോകുമ്പോഴും എല്ലാ ഒരു സ്ഥലങ്ങളിലൊന്നുമില്ല, ഇവിടെ കുറേ ചർച്ച് ഉണ്ടാവും. സോ പോസിത്താനോയിലുള്ള മെയിൻ ചർച്ചാണിത്. ഇതാണിത് ആ ചർച്ച്. ഇവിടെ ഒരു വിൻ്ററൊക്കെ കഴിയുമ്പം ഈ ഫ്ലവേഴ്സ് കാണാറുണ്ട്. ഈ ഫ്ലവേഴ്സ് എന്താണെന്ന് എനിക്കറിയില്ല, ഐ മീൻ ദ പേരറിയില്ല. എൻ്റെ യൂണിവേഴ്സിറ്റിയിലും ഇതിങ്ങനെ കാണാറുണ്ട് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ. ഇവിടെ ഒക്കെ ഇവരിങ്ങനെ ഫ്ലവേഴ്സ്, ഈ സ്പ്രിങ് സീസൺ ആയതുകൊണ്ടായിരിക്കും മൊത്തത്തിൽ നല്ലൊരു രസമുണ്ട് ഇതിലൂടെ നടക്കാനൊക്കെ ആയിട്ട്. കുറേ ഇതുപോലെ ഷോപ്സ് ഉണ്ട് ഇവിടെ ഒക്കെ ആയിട്ട് ഓൺ ദ വേയിൽ.
പെയിൻറ്റിങ്സും വരയ്ക്കുന്ന ആളുമുണ്ട്. ഇന്ന് ഈസ്റ്റർ ആണല്ലോ, അപ്പം ഹോളിഡേ ആണ്, സൺഡേ ആണ്, അപ്പം നല്ല തിരക്കുണ്ട്. പക്ഷെ ഇന്നലത്തെ അത്ര തിരക്ക് തോന്നുന്നില്ല. മേ ബി ഞാൻ ബസ് എടുക്കാത്തതുകൊണ്ടാണോന്ന് അറിയില്ല. ഇനിയിപ്പോൾ ബസ് എടുക്കുമ്പോൾ അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ജ്വല്ലറി സ്പെഷ്യലാണോന്ന് അറിയില്ല. കുറേ ജ്വല്ലറി ഷോപ്സ് കാണുന്നുണ്ടായിരുന്നു. ഫുൾ ലെമൺ തീമിലുള്ള സംഭവങ്ങൾ കണ്ടോ ഇവിടെ. ഈവൺ ഇതുപോലും ലെമണിൻ്റെ കളേഴ്സിലാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ നടന്ന് ഇവിടെ എത്തി. ഞാൻ ഇങ്ങനെ ഈ ബാഗൊക്കെ തൂക്കിക്കൊണ്ട് നടന്നിട്ട് ഒരു കയ്യിലെ കൊണ്ടൊക്കെ പൊക്കിയപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഭയങ്കര സ്ട്രോങ് ആണെന്നൊക്കെ. ഇവിടുത്തെ ഒരു സെറാമിക് ഷോപ്പാണ്, കണ്ടോ നല്ല ഭംഗിയില്ലേ. ആക്ച്വലി ഈ ഏരിയയിൽ ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ സെറാമിക്സിൻ്റെ കുറേ ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഏരിയ പോസിത്താനോ മാത്രമല്ല കേട്ടോ, സലേർണോയിലും കണ്ടിട്ടുണ്ടായിരുന്നു ഇമാതിരി. ബേസിക്കലി എനിക്ക് മനസ്സിലായത് ഇവിടെ ആ കോസ്റ്റൽ റീജിയൻ, പിന്നെ ഇതുപോലെ കുറേ ചെന്നിരിക്കാൻ പറ്റിയ നല്ല ക്യൂട്ട് ഷോപ്സ് ഉണ്ട്, പിന്നെ കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് പോസിത്താനോയിലുള്ളത്. ഇനി എനിക്ക് പോവേണ്ടത് സൊറന്തോലാണ്. ഇപ്പം തന്നെ ഓൾറെഡി ഉച്ചയായല്ലോ. അപ്പോൾ ഞാനിനി ഇവിടുന്ന് ബസ് എടുക്കാൻ പറ്റുമോ നോക്കണം, കാരണം വേറെ ഓപ്ഷൻ ഇല്ല അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ബസ് തന്നെ ആശ്രയിക്കണം. അതിന് പക്ഷേ എനിക്ക് 400 സ്റ്റെപ്സിന് കയറണം. ദ പ്രോബ്ലം ഈസ് മൈ ലഗേജ്. എൻ്റെ അടുത്തില്ലേ ഇപ്പോൾ 3-4 ആൾക്കാരെ വന്നിട്ട് പറയണു ഞാൻ ഈ സ്റ്റെപ്പ് കയറണമല്ലോ, യു മസ്റ്റ് ബി വെരി ബ്രേവ് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അവരൊക്കെ ഓൾറെഡി തളർന്ന്. ലെറ്റ്സ് സീ എങ്ങനെ പോകണമെന്നുള്ളത്. നമുക്ക് ചോദിച്ച് റെസ്റ്റ് എടുത്ത് പോവാം. കുറേ ഞാൻ കയറി. ഇനി റിയലി നീഡ് ടു സിറ്റ് ഫോർ സം ടൈം. കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഇനി ബാക്കിയുള്ളത് കയറാം. എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് ഞാൻ വന്ന ഒരാളുടെ അടുത്ത് എവിടെയാണ് ബസ്സെന്ന് ചോദിക്കുമ്പോഴേക്കും ബസ് ഞാൻ കണ്ടു. എത്ര കയറിയെന്നറിയോ? വെയിറ്റ് ഞാൻ കാണിച്ചു തരാമേ. അതുകൊണ്ട് ഞാൻ വ്ളോഗൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ അവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ബസ് വന്ന് ഞാൻ അങ്ങനെ കയറി ചാടിപ്പിടിച്ച്. കണ്ടോ, ഞാൻ ബസ്സിൽ കയറി. എഗെയിൻ ഇത് ചുരമാണ്, കാരണം എൻ്റെ ടിക്കറ്റ് സ്റ്റിൽ വാലിഡ്. അപ്പോൾ ആ ടിക്കറ്റിൽ ഞാൻ വിചാരിച്ചു ശരി എന്താണെങ്കിലും ഇനി ബസ് തന്നെ ഓപ്ഷനുള്ളൂ, അപ്പോൾ അത് മുതലാക്കിയേക്കാണ്. ഞാൻ എത്ര മേലേക്ക് കയറി വന്നതെന്ന് ആ സീ ലെവലിൽ നിന്നാണ് ഞാൻ ഇത്രയും കയറിയിട്ട് ബസ് എടുത്ത്. എനിവേസ് ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റില്ല എന്ന്, കാരണം ലഗേജ് ഉള്ളതാണ്. അല്ലെങ്കിൽ ഞാനിത് ഇതിനപ്പുറം ചാടിക്കിടക്കും. പക്ഷേ ലഗേജ് ആയിരുന്നു ഒരു സീന്. പക്ഷേ കുഴപ്പമില്ല, ലഗേജ് ഉണ്ടെങ്കിലും ഞാൻ സംഭവം മാനേജ് ചെയ്ത് ഇവിടെ മേലെ കയറി എത്തി. ചുരം, അയ്യോ ഞാനിപ്പോൾ എന്താ ഇവിടെ സൊറന്തോ ഇറങ്ങി. ആക്ച്വലി ഞാനൊരു സ്റ്റോപ്പ് മിസ്സായി, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയേക്കുന്നത്. ഇനി എനിക്കറിയില്ല ഇവിടെ നിന്ന് എങ്ങനെയാണ് പോവാന്നുള്ളത്. നമുക്ക് നോക്കാം. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഛർദ്ദിക്കാനല്ല, ആ ഫീലിംഗ് എനിക്ക് അറിഞ്ഞൂടാ ഹൗ ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ബട്ട് എനിക്ക് എന്താണെങ്കിലും കുറച്ച് റെസ്റ്റ് എടുക്കണം, കാരണം അല്ലെങ്കിൽ ഞാൻ ഛർദ്ദിക്കും ഫോർ ഷുവർ. ഞാൻ ഒരുപാട് ഇങ്ങനെ ഐ ഡോണ്ട് വാണ്ട് ടു സേ വേർഡ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബസ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഹോസ്റ്റൽ വരെ പോവും. അപ്പോൾ എപ്പോഴാണ് വരികയെന്നൊന്നും അറിയില്ല. ഒന്നാമത് സൺഡേ ആണ്, അപ്പോൾ ഫ്രീക്വൻസി കുറവാണ്. ഒന്ന് വരുന്ന കാണുന്നുണ്ട്, നമുക്ക് നോക്കാം. ഞാൻ ബസ് ഇറങ്ങിയിട്ട് ഇപ്പോൾ എൻ്റെ ഹോസ്റ്റലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ കാണുമ്പോൾ എനിക്ക് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, പക്ഷെ ട്രാൻസ്പോർട്ടേഷനൊക്കെ കഷ്ടം തോന്നുന്നുണ്ട്. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, മിലാനിൻ്റെ വില എനിക്ക് മനസ്സിലാവുക ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴാണ്. അവിടെ എന്ത് എളുപ്പം അറിയോ ട്രാൻസ്പോർട്ടേഷൻ. ബസ്സാണെങ്കിൽ ബസ്, മെട്രോ ആണെങ്കിൽ മെട്രോ, ട്രാം ആണെങ്കിൽ ട്രാം. പക്ഷേ സൗത്തിൽ വരുമ്പം, അല്ലെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഈ ലുബ്ലിയാനയൊക്കെ പോയപ്പോൾ, സ്ലോവേനിയ പോയ ടൈമിൽ നല്ല കഷ്ടമായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ ഈ സൊറന്തോയിലുള്ള ആകെ ഒരു ഹോസ്റ്റലേ ഉള്ളൂ, അതാണ് ഈ 7 ഹോസ്റ്റൽ. അവിടെയാണ് ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നൊരു നൈറ്റിനേക്കേ ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളൂ. ഞാൻ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ള രീതിക്കാണല്ലോ. സലേർണോയിലും അങ്ങനെ തന്നെയായിരുന്നു. അവിടെ 2 ദിവസം നിന്നു. ഇന്നലെയാണ് സൊറന്തോയിൽ ഞാൻ ബുക്ക് ചെയ്ത ഹോസ്റ്റൽ. ഇനി എന്താണെന്നുള്ളത് നോക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നാളത്തെ പ്ലാൻ എന്താണെന്നുള്ളത് നോക്കണം. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് അതെന്താ ഒരൊറ്റ ഹോസ്റ്റലിവിടെ സൊറന്തോയിലെന്നാണ്. വേറെയുള്ള ഇതൊക്കെ ഉണ്ട്, റൂംസ്, ഹോട്ടൽസ്,
അതൊക്കെ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞത് ഹോസ്റ്റൽ ഒരൊറ്റ ഒരെണ്ണേ ഉള്ളൂ, അതാണ് 7 ഹോസ്റ്റൽ. സലേർണോയിലുള്ളത് സലേർണോ എക്സ്പീരിയൻസ് ഹോസ്റ്റലായിരുന്നു. നല്ല ഹോസ്റ്റലായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടും, ഹോസ്റ്റലിൻ്റെ ഒരു ഷോർട്സ് ഞാൻ കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിടാം. 7 ഹോസ്റ്റൽ എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം വേറെ ഓപ്ഷനും ഇല്ലല്ലോ നമുക്ക്, കുറേ ഒറ്റൊരു ഓപ്ഷനല്ലേ ഉള്ളൂ. ഫൈനലി ഹോസ്റ്റൽ കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. ഇതാണ് ഞാൻ ഇന്ന് രാത്രി നിൽക്കാൻ പോണ ഹോസ്റ്റൽ. ഇതാണ് ഞാനിപ്പോൾ എന്ത് ചെക്ക് ഇൻ ചെയ്തു. ഇനി ഞാൻ എൻ്റെ റൂമിലേക്ക് പോവുകയാണേ. ഇതാണ് എൻ്റെ ഹോസ്റ്റൽ റൂം, അതാണ് എൻ്റെ ബെഡ്. ക്യൂട്ടായിട്ടുള്ളൊരു ഹോസ്റ്റൽ. സലറിനൊരു നല്ല ഹോസ്റ്റലായിരുന്നു. എനിക്ക് കിട്ടിയ കബേർഡാണ്, ലോക്കൊന്നുമില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ, പ്രോബ്ലം. മറ്റ് യൂഷ്വലി അങ്ങനെ ഹോസ്റ്റൽസൊന്നും ഉണ്ടാവാറില്ല. നമ്മൾ അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോസ്റ്റൽസ് നിൽക്കാറുമില്ല, അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഇതുണ്ടാവും. ഇത് ഇവിടെ നിന്നുള്ളത്, അവിടെ നിന്നായിരുന്നു ഞാൻ നേരത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഹോസ്റ്റലിലാണ്. ഒന്ന് ഞാൻ മയങ്ങി എണീറ്റതായിരുന്നു, കാരണം എനിക്ക് പറഞ്ഞില്ല ഛർദി പോലെയുള്ളതൊന്ന് പോകാൻ വേണ്ടി ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തേക്കാന്നുള്ളത്. അപ്പം ഇനി ഞാനിപ്പോൾ സൊരന്തോല ടൗണേക്ക് ഇറങ്ങുകയാണ്, ചുമ്മാ സിറ്റി കാണാനായിട്ട്. അപ്പം ഞാൻ വേറൊരു സ്വീഡനിലുള്ളൊരു കുട്ടീനെയും കാലിഫോർണിയയിലുള്ളൊരു ചെക്കനെയും പിന്നെ വന്ന ടൈമിലൊരു അർജൻറ്റീനയിലുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. ഇത്രയും പേരെയാണ് ഞാൻ പരിചയപ്പെട്ടത്. പിന്നെ നമ്മൾ മറ്റേ ഈ കാലിഫോർണിയയിലും സ്വീഡനിലുള്ള ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ. പക്ഷേ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് നാളെ കാപ്രി പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുമിച്ച് പോകാമെന്ന്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് സൊറൻറ്റോ സിറ്റി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഞാൻ ഇറങ്ങാണ്. ഞാൻ പറഞ്ഞില്ല ഇതാണ് കേട്ടോ ഞാൻ നിൽക്കണ ഹോസ്റ്റൽ. നല്ല ഭംഗിയുണ്ട്, ഒരു പ്രോപ്പർ ഹോസ്റ്റൽ പോലെയാണ്. ഫുള്ളും കണ്ടു. ഇവിടെയാണ് മെൻസിൻ്റെ വാഷ്റൂം, അപ്പുറത്തെ സൈഡിലാണ് ഗേൾസിൻ്റെ വാഷ്റൂം ഉള്ളത്. മിക്സ്ഡ് ഡോംസ് ഉണ്ട്, ഫീമെയിൽ ഓൺലി ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഇവിടെ മിക്സ്ഡ് ഡോം എടുത്തിരിക്കുന്നത്. മുന്നത്തെ ഹോസ്റ്റലിൽ ഫീമെയിൽ ഡോംസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് സീ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. കൊള്ളാം ഈ ഹോസ്റ്റൽ. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, കുറച്ച് ഉള്ളോട്ടാണ് സിറ്റി സെൻറ്ററിൽ നിന്ന് നോക്കുമ്പോൾ. അല്ലാണ്ട് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു ഹോസ്റ്റലാണ്. ഇവർക്ക് റെസ്റ്റോറൻറ്റ് സർവീസും അവൈലബിൾ ആണ്, കണ്ടോ, എല്ലാം ഉണ്ട്. മൊത്തത്തിൽ എനിക്കൊരു നമ്മുടെ കോളേജ് ഹോസ്റ്റൽസൊക്കെ ഉണ്ടാവുമല്ലോ, അതെ ആ ഒരു വൈബാണ് ഇവിടുന്ന് കിട്ടുന്നത്. റിസപ്ഷൻ ഏരിയ കണ്ടോ, എല്ലാം കൊണ്ടും കൊള്ളാം. നൈസ് ഹോസ്റ്റൽ. ഞാൻ പുറത്തിറങ്ങി ഒരു പ്രോപ്പർ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സൊറൻറ്റോ എക്സ്പ്ലോർ ചെയ്യാം. നല്ലൊരു കാം സിറ്റി ആയിട്ടുണ്ട് കുറച്ചും കൂടെ. പക്ഷെ സലേർണോ ഹാസ് മൈ ഹാർട്ട്. ഓക്കെ, സലേർണോ വാസ് ബ്യൂട്ടിഫുൾ. ആൾക്കാരാണെങ്കിലും സൂപ്പറായിരുന്നു. ഉണ്ടോ ഇപ്പം കണ്ടോ, ഇപ്പം 6 മണിയാവാറായി, പക്ഷെ നല്ല വെയിലുണ്ട്. ഞാൻ ഒറ്റ ജാക്കറ്റേ കയ്യിൽ വെച്ചിട്ടുള്ളൂ. ഒന്ന് കിടന്നെണീറ്റപ്പം എനിക്ക് ചെറുതായിട്ടൊരു തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ദാറ്റ്സ് ഓക്കെ, അത്ര വലിയ തണുപ്പില്ല ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ. സോ ഇറ്റ്സ് ഗുഡ് ടു എക്സ്പ്ലോർ. ആക്ച്വലി ഈ ഒരു സമയം വന്നതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, അതായത് ഈ ഒരു ഏപ്രിൽ ടൈമിൽ റദർ ദാൻ ജൂൺ ജൂലൈ ഓഗസ്റ്റ്, അക്കോമഡേഷനൊക്കെ അത്യാവശ്യം നല്ല ചീപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഹോസ്റ്റലൊക്കെ ഇപ്പം ഇവിടെ ഞാൻ ചെക്ക് ഇൻ ചെയ്തല്ലോ, 16-17 യൂറോസിനാണ് അക്കോമഡേഷൻ കിട്ടിയത്. 17 or 18, ഐ മീൻ ലെസ് ദാൻ 20 ഫോർ ഷുവർ. മറ്റെവിടെ എത്രയാ 23 അങ്ങനെ എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത് സലേർണോയില് സ്റ്റേ ചെയ്തപ്പോൾ. അപ്പോൾ പെർ നൈറ്റ് ഈ ഒരു കോസ്റ്റിന് കിട്ടുകയെന്ന് പറയണത് നല്ല ലാഭമാണ്. അതും നല്ല ഹോസ്റ്റലാണ്, എന്ന് വെച്ചാൽ എന്താ പറയുക, അങ്ങനെ സൗകര്യം ഇല്ലാത്തൊന്നുമല്ല, നല്ലൊരു അക്കോമഡേഷൻ ആയിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല കാര്യം, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചിന്തിക്കുമ്പം ഈ ഒരു പീരീഡ്, ആസ് ഐ വാസ് മെൻഷനിങ് ഇൻ മൈ ഫസ്റ്റ് ഷോർട്സ് ഓഫ് ദി ട്രാവൽ, ഞാൻ അതാണ് ചൂസ് ചെയ്തത്. ദ ഫ്രണ്ട് whom I got from hostel, she's Melka. I think this is a house or what, or a garden, like kindergarten kind of thing. okay, a lot of lemons.
Okay. And at the hostel hub, there's nothing, right? I'll be shy. So yeah, we met at the hostel. Now we're heading, I don't know where, but I'm following her. I get lost, it's her. I'm just following the Google. It's not my problem. She's following the Google, and I'm following her. So basically, if Google ditches, we are like, I don't know how to find the path again. Yeah. Lost. Lost. നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനെ കുറേ നല്ല സ്ട്രീറ്റ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഞാനെന്ത് ഈ കുട്ടിയും കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എനിക്കിവിടെ വഴിയിൽ വെച്ച് കിട്ടിയതാ. ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ. നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു ചേർച്ചാണ് കേട്ടോ. ചിയേസ ദെ സാന്തി പ്രിസ്കോ എറ്റ് ആഗ്നെല്ലോ എന്നാണ് ഈ ചേർച്ചിൻ്റെ ഇത്. സൊരന്തോലുള്ള ഒരു ചേർച്ചാണ്. 17th സെഞ്ച്വറിയിലുള്ളതാണ് കേട്ടോ. ഇത് പിന്നെ ബരോക്ക് ആർക്കിടെക്ചറും നിയോ ക്ലാസിക്കൽ സ്റ്റൈൽസ് ഒക്കെയുള്ള സ്റ്റൈൽ ചെയ്തിരിക്കുന്ന ഒരു ചേർച്ചാണ്. എനിക്കറിഞ്ഞൂടാ കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇത് സൗത്തിൽ കോമൺ ആണോ എന്ന് എനിക്കറിയില്ല. റാൻഡായിട്ട് കാറിന്നൊക്കെ വിളിച്ചിട്ടൊക്കെ ചാവൊക്കെ പറയുന്നു. ഐ ഡോണ്ട് നോ. പിന്നെ അവരുടെ കൂടെ ഒരു ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരുന്നപ്പോൾ ഞാനും തിരിച്ച് ചാവ് പറഞ്ഞു. ഐ ഡോണ്ട് നോ. ഞാനിനി കോഴ്സോ ഇറ്റാലിയ എന്ന് പറഞ്ഞ, അതായത് മെയിൻ ഹബ് എന്ന് പറയും ഈ സിറ്റിയുടെ. സോ അവിടേക്ക് പോവാനാണ് നോക്കുന്നത്. ലെറ്റ്സ് സീ. കുറച്ച് ഇത് ഓൾമോസ്റ്റ് എത്തി. എനിക്ക് മനസ്സിലായി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫോർ വിസിറ്റിംഗ് അപ്പാർട്ട് ഫ്രം എന്താ പറയുക, നമ്മൾ ഫാഷനിലൊന്നും ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മിലാനിലൊന്നുമില്ല. ഓക്കെ. അതേസമയം വിസിറ്റ് ചെയ്യാൻ ഇറ്റലിയിലുള്ള മറ്റുള്ള ഭാഗങ്ങളും എന്നാൽ ജീവിക്കാൻ സുഖം മിലാനും ആണെന്നാണ്. കാരണം ആക്സസിബിലിറ്റി എല്ലാം മിലാനിലാണുള്ളത്. ആൻഡ് പക്ഷെ സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അണ്ടിൽ യു ആർ എ ഫാഷൻ ഓറിയന്റഡ് പേഴ്സൺ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല മിലാനിൽ. പക്ഷെ ജീവിക്കാൻ സുഖം മിലാനാണ്. ആക്ച്വലി സൗത്ത് നിന്നുള്ള ഇറ്റാലിയൻസ് പറയും മിലാൻ കൊള്ളത്തില്ല, നോർത്തിലുള്ള അവർ മിലാൻ പറയും സൗത്ത് കൊള്ളത്തില്ല. അപ്പൊ അവര് തമ്മിൽ അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ആസ് എൻ ഔട്ട്സൈഡർ, ആസ് എ തേർഡ് പേഴ്സൺ എനിക്ക് ഇതാട്ടോ ഫീൽ ചെയ്തത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അപ്പത്തെ ഇത് എന്ന് പറയുന്നത് ആ ഒരു ഏരിയ ആണ്. ഇവിടെ ഒക്കെ കണ്ടോ, ഇവിടെ റോഡ് സൈഡിൽ വരുന്നത് ഓറഞ്ചസിന്റെ മരങ്ങളാണ് കാണാൻ പറ്റുന്നത്. കുറെ സ്ട്രീറ്റ്സ് ഉണ്ട്. ഐ മീൻ സലേർണോ നല്ല ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് മോറോർലെ സിമിലർ ടു സലേർണോ ആയിരിക്കും. കാരണം ഇത് രണ്ട് കൈൻഡ് ഓഫ് അടുത്ത സ്ഥലങ്ങളാണല്ലോ. അത് നമ്മളിപ്പോൾ കോഴിക്കോടും കണ്ണൂരും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോന്ന് വെച്ചാൽ അങ്ങനെ വലിയൊരു വ്യത്യാസം നമുക്ക് തോന്നാൻ പറ്റില്ലല്ലോ. മേ ബി കണ്ണൂർ തിരുവനന്തപുരം ആണെങ്കിൽ നമുക്ക് തോന്നും. അപ്പൊ എനിക്കറിഞ്ഞൂടാ. യു നോ വാട്ട് ഐ മീൻ. ഐ റിയലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ. ഇപ്പൊ ഒരു പെങ്കൊച്ച് കാറിൽ പൊക്കോണ്ടിരിക്കുകയാണ്, എന്നുവെച്ചാൽ മൂവിങ് ആണ്. അപ്പൊ ആ സമയത്ത് എൻ്റെ അടുത്ത് ചോദിക്കാം, എന്താ ചോദിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായില്ല, ഇറ്റാലിയനിലാണെന്ന് തോന്നുന്നു ചോദിച്ചേ. അപ്പൊ സിഗരറ്റ് കാണിച്ചിട്ട് ലൈറ്റർ ഉണ്ടോന്നാണ് ബേസിക്കലി ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഇല്ല. എനിക്കറിയില്ല, ഇവർക്ക് ഒരു വേർഡായിട്ട് തോന്നുന്നു. ഇറ്റ്സ് ലൈക്ക് എ മൂവിങ് കാർ. ഓക്കെ. ആൻഡ് ഐ ആം ജസ്റ്റ് വാക്കിംഗ്. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. I have heard a lot of things about Italian men. അത് അവർ ഭയങ്കര ഇതാണ്, റൊമാൻറ്റിക് ആണ്, ബ്ലാ ബ്ലാ ബ്ലാ, ചക്ക മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഫോർ മീ ഓണസ്റ്റ്ലി ഐ ഫീൽ ദാറ്റ് ദേ ആർ സോ ഫ്ലേർട്ടി. ഐ മീൻ അവർ ഭയങ്കരമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ, ലൈക്ക് ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോൾ തൊട്ട്, സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് ഡേ ഓഫ് മൈ ട്രാവൽ in this side I can feel it. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള പോലെ അൺസേഫ് ആയിട്ടൊന്നും എന്താണ് ഇങ്ങോട്ട് അവര് ചുമ്മാ എന്താ പറയാ ഒന്ന് സൈറ്റ് അടിച്ചിട്ടോ അങ്ങനെ അവരൊക്കെ പോവും. അതായത് നമ്മളെ ഇന്ത്യയിലുള്ള പോലെ പ്രശ്നമില്ല കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. ഐ മീൻ എന്താന്ന് വെച്ചാല് ഇറ്റ്സ് ലൈക്ക് നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ അടുത്ത് നിൽക്കുമ്പോഴല്ലേ നമുക്ക് പ്രശ്നമുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, അവര് ഓൺ ദ വേ അങ്ങനെ ലൈക്ക് യുനോ ആക്ഷനൊക്കെ കാണിച്ചിട്ട് അങ്ങ് പൊക്കോളും. അങ്ങനെ അൺസേഫ് ആയിട്ടുള്ള കാര്യം ഒന്നല്ല കേട്ടോ ഞാൻ പറയണത്. പക്ഷെ ജനറലായിട്ട് ഇപ്പൊ കൂടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്തതാ. ബിക്കോസ് ഐ നെവർ ഹാഡ് ദിസ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ മിലാൻ. അപ്പം അതുകൊണ്ട് എനിക്കൊരു, ഞാനിപ്പോൾ മിലാനെ കുറിച്ച് കുറേ പൊക്കി പറയുന്നുണ്ടല്ലേ, ഐ ആം സോറി അളിയ. ഇത് വേറൊരു ചേർച്ചാണ് കേട്ടോ, ചിയേസ ദി സാൻ പിയേത്രോ. ഇത് മേലെ എന്ന് പറഞ്ഞൊരു പ്ലേസിലുള്ള ഒരു ചേർച്ചാണ് ഇത്. പക്ഷേ എങ്കിൽ അങ്ങനെ ടൂറിസ്റ്റ് ആയിട്ടുള്ള സ്ഥലമൊന്നും അല്ല. ഇത് ലോക്കൽ ലാൻഡ്മാർക്ക് ആയിട്ട് ഇവർ കൺസിഡർ ചെയ്യുന്ന പണ്ട് കാലങ്ങളിലൊക്കെ ഉള്ള ഒരു ചേർച്ചാണ്.
അപ്പൊ എൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഒരു കുട്ടീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന്. അവൾക്ക് കുറച്ചും കൂടെ സീ സൈഡിൽ പോയിരിക്കണം എന്നും പറഞ്ഞിട്ട് അവള് അങ്ങോട്ട് പോയിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ജോയിൻ ചെയ്യാം, ഞാനൊന്ന് ജസ്റ്റ് ചുറ്റിയിട്ട് പോവാന്ന്. കാരണം അവള് പോസിത്താനോല് പോകാൻ വേണ്ടിയിട്ട് ബസ് അവൾക്ക് കുറെ പണി കൊടുത്ത് അവള് ലാസ്റ്റ് പോയില്ല, അത് ഡ്രോപ്പ് ചെയ്ത് ഇവിടെ കുറെ കറങ്ങി തിരിഞ്ഞ് നടക്കുമ്പോഴാണ് അവൾ എന്നെ മീറ്റ് ചെയ്തത് പിന്നെയും. അപ്പൊ അവളെ പിന്നെ എൻ്റെ കൂടെ ജോയിൻ ചെയ്തതാ. അപ്പൊ ഞാൻ അപ്പുറത്തെ സൈഡൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല, അവൾ ഓൾറെഡി അവിടെ നിന്നതാ. അപ്പൊ ഇനി ഞാൻ ഫുള്ള് ചുറ്റി കഴിഞ്ഞിട്ട് അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു മേ ബി വി ക്യാൻ ടെക്സ്റ്റ്, നമ്മൾ ഇൻസ്റ്റാഗ്രാം കൊടുത്തിട്ടുണ്ട്. സോ യാ, ഇവിടെ ഫുള്ള് ഇതുപോലെ ഫേമസ് ആണെന്ന്. ഇവിടെ കണ്ടോ ലിമോൺചെല്ലോ, ലിമോൺചെല്ലോ അവരുടെ കുറെ ബോട്ടിൽസ് ഉണ്ട് വെച്ചിട്ട്. ആ മഞ്ഞ സാധനം കണ്ടോ, അതാണ് കേട്ടോ. ആക്ച്വലി അത് അവര് ലെമൺ കൊണ്ട് ഉണ്ടാക്കും. ഞാൻ അതിന്റെ മസ്ക് മെലന്റെ ഫ്ലേവർ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രീൻ സാധനം എന്തായിരുന്നു, അങ്ങനെ 3-4 ഫ്ലേവേഴ്സ് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഒറിജിനലി അത് ലെമണിന്റെ ആണ്. അപ്പൊ ഞാനൊരു പിസ്സ കഴിക്കാൻ വേണ്ടി പോയപ്പോ ഒരു ഷോപ്പിൽ അവര് സ്റ്റാർട്ടിങ്ങിൽ ഇത് പല ഫ്ലേവേഴ്സ് സെർവ് ചെയ്ത് തരുമായിരുന്നു. അപ്പൊ ഞാൻ ഈ ഫുള്ളും എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ ലെമൺ ആണ്. ഓ, ഇവിടത്തെ നമ്മളുണ്ടല്ലോ കുറെ ഇറ്റലിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ഫുള്ള് സ്പോയിലാവും. ഓ, അതൊക്കെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് സെൻട്രൽ എന്നുള്ളതിന് ചെന്ത്രാലേ അങ്ങനെയൊക്കെ കേട്ടോ പറയാം. അപ്പൊ നമ്മള് ഇതിങ്ങനെ പറഞ്ഞു ഇപ്പൊ തന്നെ ഞാൻ ഒരു സെൻട്രൽ എഴുതിയത് വായിച്ചത് സെൻട്രൽ എന്നായിരുന്നു. അതായത് നമ്മള് കുറെ ഇങ്ങനെ ലാംഗ്വേജ് അല്ലേ, അപ്പൊ ഒരേ സംഭവം സിമിലർ സാധനങ്ങൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ തന്നെ മാറിപ്പോവും. എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ കാര്യങ്ങള്. അവരുടെ നല്ല ലാംഗ്വേജ് ഉള്ള ഇംഗ്ലീഷൊക്കെ ഉള്ള ആൾക്കാർ ഇവിടെ നിന്നിട്ട് നമ്മുടെ ഇംഗ്ലീഷ് സ്പോയിൽ, പ്രൊനൗൺസിയേഷൻ പോവും. അതായത് ഇതിന്റെ ഒക്കെ ഒറിജിനൽ ലാറ്റിൻ അല്ല. ഇപ്പൊ നമ്മള് ഹിന്ദി അല്ലെങ്കിൽ വേറെ ഒരു ലാംഗ്വേജ് പഠിക്കണ പോലെയല്ല. സിമിലർ വേർഡ്സ് ഉള്ള സാധനങ്ങൾ പഠിക്കുമ്പം കുറച്ചൊരു ഇതാണത്. എൻ്റെ ഇവിടത്തെ ഇറ്റലിയിലുള്ള ഒരു ഫ്രണ്ട് എനിക്കിപ്പോ മെസ്സേജ് അയച്ചാണ്, ജീവനോടെ ഉണ്ടല്ലോ അല്ലേ. ഞാൻ പറഞ്ഞു ഉണ്ട്. കാരണം എൻ്റെ അടുത്ത് ചോദിച്ചപ്പോ എന്താ പ്ലാൻ, എനിക്ക് ഒരു പ്ലാനും ഇല്ല, ജസ്റ്റ് ഞാൻ പോകണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഇവിടെ ഒരു പള്ളി തുറന്നിട്ടുണ്ട്. ഇത് പരോച്ചിയ നൊസ്ത്ര സിനോറ ദി ലോർഡ്സ് എന്ന് പറയുന്ന ഒരു ചേർച്ചാണ്. അതായത് പാരിഷ് ഓഫ് അവർ ലേഡി ഓഫ് ലോർഡ്സ് എന്ന് പറയുന്ന സൊറന്റോയിലുള്ള ഒരു ചേർച്ചാണ് കേട്ടോ. ഈസ്റ്റർ ഒക്കെ അല്ലേ, നമുക്ക് പോയിട്ട് ജീസസിന് ഒരു ഹായ് പറഞ്ഞിട്ട് വരാം. ഇന്ന് ഈസ്റ്റർ ആയിട്ട് പള്ളി തുറന്ന് കണ്ടിട്ട് ഒരു ഹായ് പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ. സോ ഇതേ പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ജീസസിനൊരു ഹാപ്പി ഈസ്റ്റർ ഒക്കെ വിഷ് ചെയ്തിട്ട് ഇറങ്ങാണ്. സലേർണോ നല്ലൊരു ഡിഫറെന്റ് വൈബാട്ടോ സൊറന്റോ. എനിക്ക് മനസ്സിലായത് സലേർണോ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഓൾഡ് വൈബും സൊറന്റോ കുറച്ചും കൂടെ ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ്. സലേർണോ കുറച്ചും കൂടെ കാമായിരുന്നു. ഇവിടെ കാമല്ലാന്നൊന്നുമല്ല, പക്ഷെ ഇത് കുറച്ചും കൂടെ എന്താ പറയാ, ഐ മീൻസ് മോഡേണൈസ് ആയിട്ടുള്ള ഇതിൻ്റെ ആയ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അതായിട്ട് തോന്നുന്നുണ്ട്. കുറച്ചും കൂടെ ക്രൗഡഡ് ആണ് കേട്ടോ സിറ്റീസ് ഒക്കെ. കുറെ ഷോപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറെ ജ്വല്ലറി ഷോപ്പ് കാണുന്നുണ്ട്, നോക്കണം. കാരണം പോസിത്താനോലും ഇവിടെയൊക്കെ കുറെ ഇതുപോലത്തെ ഷോപ്സ് ഒത്തിരി കാണാനുണ്ട്. ഇനി വല്ല ജ്വല്ലറിക്ക് ഫേമസ് ആയിട്ടുള്ള പ്ലേസും കൂടെ ആണോ ഇതെന്ന് അറിയില്ല. റിമെമ്പർ മറ്റേ ഫ്ലോറൻസിന്റെ വ്ളോഗിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ പോന്തേ മറ്റേ ഒരു ബ്രിഡ്ജിന്റെ അവിടെ ഇതുപോലെ കുറെ ജ്വല്ലറി ഷോപ്സ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ്സ് ഫേമസ് ഫോർ ജ്വല്ലറി ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇനി അതുപോലെ ആണോ ഈ ഒരു ഏരിയ എന്നുള്ളത് എനിക്കറിയില്ല. ഒക്കെ കൊണ്ട് നല്ല ടൂറിസ്റ്റി ആയിട്ടുണ്ട്. അപ്പൊ എനിവേസ് ഞാനിപ്പോ എന്തേ ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പൊ എന്താ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാല് സൊറന്റോ ജനറലി ജ്വല്ലറിക്ക് ഫേമസ് അല്ല, പക്ഷെ വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ള 2 സ്പെസിഫിക് ടൈപ്പ് ഓഫ് ആർട്ടിസിനൽ മറ്റേ വിയറബിൾ ഉണ്ട്. അതായത് കാമിയോസും കോറൽ ജ്വല്ലറിയും. അതിന് ഇത് ഭയങ്കര ഫേമസ് ആണ്. ഇതുപോലത്തെ കണ്ടോ സെറാമിക്സ്. ഓ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇറ്റലിയില് വിച്ചെൻസ അരേസോ എന്നൊക്കെ പറയുന്ന പ്ലേസ് ഈ ഗോൾഡ് ജ്വല്ലറിക്ക് ഫേമസ് ആണ്. പക്ഷെ ഇവിടെ സൊറന്റോ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പിനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സെറാമിക്സ് അങ്ങനത്തെ ഒക്കെ കുറെയൊക്കെ ഇവിടെയാണ് ഫേമസ് ആയിട്ടുള്ളത്. ഐ വുഡ് സേ ദാറ്റ് സൊറന്റോ എന്ന് പറയുന്നത് ഒരു വൈബ്രന്റ് കളർഫുൾ ലൈവ്ലി ആയിട്ടുള്ള ഒരു സിറ്റിയാണ് എന്നുള്ളത്. എന്ത് ക്യൂട്ടായിട്ടുള്ളത് നോക്ക്. ക്യൂട്ടായിട്ട് റാപ്പ് ഒക്കെ ചെയ്തിട്ട് കണ്ടോ ഈ സംഭവങ്ങള്.
ഫുള്ള് ലെമൺ മയമാണ് ഇവിടെ ഫുള്ള്. ഇപ്പൊ ഞാൻ കൈൻഡ് ഓഫ് സെന്റർ എത്തിയും തോന്നുന്നുണ്ട്. പ്രോപ്പർ ഇത് കണ്ടോ, പിയാസ താസോ ആണ്. അത് സ്ക്വയർ താസോ എന്ന് പറയണ ഒരു ഇതാണ് കേട്ടോ പ്ലേസ്. ആൻഡ് ഇവിടെ നല്ല വ്യൂ ആണ്. ഇവിടെ എല്ലാരും ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. സോ യാസി ഇവിടുന്ന് നമുക്ക് സൺസെറ്റ് ഒക്കെ കാണാൻ നല്ലതാണ്. കണ്ടോ, സീ അവിടെ ഉണ്ട്. അപ്പൊ ഓൾറെഡി സൺസെറ്റ് ആയോ ആവോ. ഇവിടെ സ്റ്റേഴ്സ് ഉണ്ട്, ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ താഴെ പോവാം കേട്ടോ. ബട്ട് ഐ ആം നോട്ട് ഗോണ ഡു ദാറ്റ്. കാരണം എനിക്കിനി അത്രയും കയറേണ്ട എനർജി എന്നിൽ അവശേഷിക്കുന്നില്ല ഗൈസ്. ബട്ട് ദിസ് വ്യൂ ഈസ് ബ്യൂട്ടിഫുൾ ആക്ച്വലി. ഇവിടെ കുറച്ച് സമയം വേണമെങ്കിൽ നിൽക്കുകയൊക്കെ ചെയ്യാം. നല്ല രസമുണ്ട്. ആക്ച്വലി നല്ല രസമുണ്ട് സിറ്റിയിലൂടെ നടക്കാനായിട്ട്. അപ്പൊ ഞാന് ഇനി കുറെ നടത്തുന്ന തന്നെയായിരിക്കും അവിടെ എവിടെയും. എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇൻട്രസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ, ലൈക്ക് യുനോ ഇറ്റ്സ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. അപ്പൊ എനിക്കിങ്ങനെ വെറുതെ ഞാനിങ്ങനെ ഓക്കെ ഇത് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് വലിയ കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ ഇനി കുറച്ച് എൻ്റെ മീ ടൈമിൽ കുറച്ച് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇനി വേറെ കാര്യമൊന്നുമില്ല. മോസ്റ്റ്ലി ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും. പക്ഷെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകും. എനിക്കിന്ന് പാസ്ത കഴിക്കാൻ നല്ല മൂഡുണ്ട്. അപ്പം നല്ല പാസ്ത കഴിക്കണം. അപ്പം ഞാൻ ഇപ്പം 7:15 ആയി ഇവിടെ സമയം. 1 മണിക്കൂർ കൂടെ ഇങ്ങനെ വട്ടം തിരിഞ്ഞ് നടന്നിട്ട് ഡിന്നറും കഴിച്ചിട്ട് വാവ് ഓക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല രസമുള്ള റോഡ്. പെട്ടെന്ന് ഞാൻ അതാണ് ഡിസ്ട്രാക്റ്റഡ് ആയി പോയത് ഇത് കണ്ടപ്പം. സോ യാ, അപ്പം ഞാൻ ഡിന്നറും കഴിച്ചിട്ട് മോസ്റ്റ്ലി ഞാൻ ഹോസ്റ്റലിൽ കയറുന്നതായിരിക്കും. യാ, എൻ്റെ വീഡിയോസ് കാണുന്നവരോടുള്ള ജനറൽ സജഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഈ ടൂറിസ്റ്റി ആയിട്ടുള്ള പ്ലേസിൽ പോകാണ്ട് ഇതൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ ബേസ് എടുത്താൽ, അതായത് ഈ സലേർണോ സൊറൻറ്റോ ഒക്കെ പോലെ റാദർ ദാൻ ലൈക്ക്, എൻ്റെ മെയിൻ ഉദ്ദേശം പറയുന്നത് ഈ അമാൽഫി പോസിത്താനൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ ഒരു ദിവസം ഈ സിറ്റീസിനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഡേ ഞാൻ സലേർണോ എക്സ്പ്ലോർ ചെയ്തു. ഇനിയിപ്പോൾ സൊറൻറ്റോയിൽ വന്നപ്പോഴും ഉച്ചയ്ക്ക് ശേഷം ഞാൻ സൊറൻറ്റോയിൽ ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങി. അപ്പോൾ ഈ സിറ്റി നമ്മൾ ഇങ്ങനെ അവിടുത്തെ ആൾക്കാർ അറിയാം, അവിടുത്തെ കൾച്ചർ അറിയാം. ഇതൊക്കെയാണ് എൻ്റെ ടൈപ്പ് ഓഫ് എക്സ്പ്ലോറിംഗ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് പൊതുവേ ചെയ്യാറ്. അത് കോസ്റ്റ് എഫക്റ്റീവും ആണ്, എന്നാൽ കുറച്ചും കൂടെ നമുക്ക് ആ സിറ്റീസിൻ്റെതായിട്ടുള്ള ഒരു എസെൻസും കിട്ടും. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ എല്ലാം വീഡിയോയിൽ മോസ്റ്റ് ഓഫ് ദ തിങ്സ് ഞാൻ ചെയ്യുന്നത് കാണിക്കാറുള്ളത് കൊണ്ട് തന്നെ ഫുഡിൻ്റെ ഞാനിതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫുഡ് ഞാൻ മോർണിംഗ് ബ്രെഡും പീനട്ട് ബട്ടറും ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അത് കഴിച്ചു. പിന്നെ ഞാൻ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ആൽമണ്ട് മിൽക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കേക്ക് ഞാൻ ഇന്നലെ പ്രിപ്പയർ ചെയ്ത ഫുഡ്, ഇന്നലത്തെ ഞാൻ എടുത്ത ഹോസ്റ്റലിൽ, സലേർണോയിലുള്ള ഹോസ്റ്റലിൽ നമുക്ക് കുക്ക് ചെയ്യായിരുന്നു. അപ്പം ഞാൻ 2 മീൽസ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാൻ ആ കുക്ക് ചെയ്ത മീലായിരുന്നു ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഹോസ്റ്റലിൽ വന്നപ്പോഴാണ് കഴിച്ചത്. ആൻഡ് ഈ ഹോസ്റ്റലിൽ കുക്കിംഗ് പറ്റത്തില്ല. കുക്കിംഗ് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ വലിയ കുക്കിംഗ് ഒന്നുമല്ല. ഈ റെഡി ടു കുക്ക് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതായത് നമ്മളൊരു 8 മിനിറ്റൊക്കെ ചുമ്മാ തിളപ്പിച്ചാൽ ആ സാധനം റെഡിയായി, അങ്ങനത്തെ ഒക്കെ പരിപാടി ഇട്ടാ, അല്ലാണ്ട് വലിയ കുക്കിംഗ് ഒന്നും അല്ല. അപ്പൊ ആ പരിപാടികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ മെൻഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നവർ വിചാരിക്കൂലേ അപ്പൊ ഇവള് കഴിച്ചിട്ടൊന്നും ഇല്ലേ. ഞാൻ കഴിക്കൊക്കെ ചെയ്തു. ഫുഡില്ലാണ്ട് എനിക്ക് പറ്റില്ല. ട്രാവൽ ചെയ്യുമ്പോൾ യൂഷ്വലി ഞാൻ കുറച്ച് കഴിക്കാറുള്ളത്. പക്ഷെ എനിക്കറിഞ്ഞൂടാ, ഈ ഇടയായിട്ട് ട്രാവൽ ചെയ്യുമ്പോഴും ഭയങ്കര വിശപ്പാണ്. അപ്പൊ എന്താണെങ്കിലും ഇനി ഞാൻ ഇവിടുന്ന് ഡിന്നർ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് പോയിട്ട് കഴിക്കണം. ഇവിടുത്തെ സൊറൻറ്റോയിലുള്ള കുറച്ച് ഫ്ലേവേഴ്സ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയാലോ. അപ്പം പാസ്ത കഴിക്കുമ്പം ഇനി ഞാൻ അതിന്റെ ക്ലിപ്പിങ്ങും കൂടെ കാണിച്ചു തരാം. ഇപ്പൊ റെസ്റ്റോറൻറ്റിൽ വന്നു. അപ്പൊ ഐ വുഡ് ലൈക്ക് ടു ട്രൈ ദിസ് തോർട്ടല്ലി പാസ്ത. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പാസ്ത കഴിക്കാനാണ് മൂഡ്. അപ്പൊ കാരണം എന്താന്ന് വെച്ചാൽ, ഒരിക്കലും ഞാൻ ചിക്കൻ ഫില്ലിങ്സ് കാണാറില്ല. ഫസ്റ്റ് ടൈമാണ് ചിക്കൻ പാസ്ത ഞാൻ കാണുന്നത്. അപ്പൊ ഐ വാസ് ലൈക്ക് വൈ നോട്ട്, ഐ ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ എന്ന് വിചാരിച്ചു. സോ നമുക്കത് ഓർഡർ ചെയ്ത് നോക്കാം. പണി കിട്ടുമെന്ന് അറിയില്ല. ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ. അപ്പൊ ഞാനിപ്പോ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഒരു പ്രൊസെക്കോ എന്ന് വെച്ചാൽ സ്പാർക്ലിംഗ് വൈൻ ആണ്.
അതായത് റെഡ് വൈൻ, വൈറ്റ് വൈൻ അങ്ങനെയല്ല, നമ്മുടെ ഈ സോഡയൊക്കെ ഇല്ല അതുപോലെ സ്പാർക്ലിംഗ് വൈനാണ്. അതിവിടെ ഇറ്റാലിയിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ അതും പിന്നെ ഞാന് ഇതാണ് തോർത്തല്ലി പാസ്തയാണ്. അപ്പൊ യൂഷ്വലി അവര് വേറെ കുറെ മീറ്റ് വെച്ചിട്ട് അത് സ്റ്റഫ് ചെയ്യുക. ഫസ്റ്റ് ടൈം ഇൻ ഇറ്റലിയാണ് ഞാൻ ഒരു ചിക്കൻ വെച്ചിട്ടുള്ള പാസ്ത കാണുന്നത്. സോ ഐ മസ്റ്റ് ഓർഡർ ദാറ്റ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതുമാണ് പറഞ്ഞത്. എനിക്ക് നല്ലോണം വിശക്കുണ്ട്, ഇനി ഫുഡ് അടിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ ഇതാണ് സ്പാർക്ലിംഗ് വൈൻ, കണ്ടോ? അപ്പൊ ഇതിന്റെ എന്താ പറയാ, ഇതിനാണ് ഇവിടെ പ്രൊസെക്കോ എന്നാണ് പറയാ സ്പാർക്ലിംഗ് വൈനിന്. സോ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല ഇത് ത്രൂ ഔട്ട് ഇറ്റലിയിലും ഉണ്ട് കേട്ടോ. ഞാൻ മിലാനിലാണ് ഫസ്റ്റ് ടൈം ഇത് കഴിച്ചത് ആൻഡ് ഐ ലവ് ദിസ് തിങ്. ഇറ്റ്സ് നൈസ്. നല്ല വൈന് മാത്രമേ ഉള്ളൂ ഈ റെസ്റ്റോറൻറ്റിൽ ഗൈസ്. കാരണം ഞാൻ സിറ്റി സൈഡിൽ നിന്ന് കുറച്ച് മാറി ഇങ്ങോട്ടാണ്. അപ്പോൾ നോക്കാം. ഇവർക്ക് ആക്ച്വലി ഈ ചിക്കൻ വെച്ചിട്ടുള്ള പിzzയ്ക്കും പാസ്തയ്ക്കും ഒക്കെ എന്താ പ്രശ്നം എന്ന് എനിക്ക് അറിയില്ല. അവർ ഞാൻ പറയുമ്പോൾ തന്നെ അയ്യോ നോ, ഇത് അതാണ് ചിക്കൻ വെച്ചിട്ടുള്ള പാസ്ത പിസ്സ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര ഓവറാകലായിരിക്കും. സ്റ്റിൽ ഐ ഡോണ്ട് നോ വാട്ട്സ് ദ റീസൺ ദാറ്റ് ദേ ഡോണ്ട് ഹാവ് എനിത്തിങ് വിത്ത് ചിക്കൻ, പിസ്സ ഓർ പാസ്ത എന്താന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ബാക്കിയൊന്നുണ്ട്, പോർക്ക്, ബീഫ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കാം അതുപോലെ തന്നെയുള്ള ഒരു മീറ്റ് അല്ലേ ചിക്കനും. Anyway, so since I have seen some chicken stuff here, I'm super excited to try that. അപ്പൊ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഞാൻ വെയിറ്റ് ചെയ്യാണ്, എനിക്ക് നല്ല വിശക്കുണ്ട്. സോ ഗൈസ്, ഇതാണ് എൻ്റെ ടോർട്ടല്ലീനി പാസ്ത. ഇത് നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് കഴിച്ചു നോക്കാം. It's so good. Seriously. ഈ ചിക്കൻ കറിയുടെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഇറ്റ്സ് ആക്ച്വലി നൈസ് യാർ. ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. യുനോ ഇറ്റ്സ് റിയലി ഗുഡ്. എനിക്ക് നന്നായി ഞാനിത് ചൂസ് ചെയ്തത്. ആകെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പോർഷൻസ് കമ്മിയാണ്, അത്രേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് റിയലി ഗുഡ്. യുനോ നല്ല ഫ്ലേവർ, ഹെർബ്സിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. നന്നായിട്ടുണ്ട്. ഐ ഹാവ് നോ റിഗ്രറ്റ്സ്. ഇറ്റ്സ് ഗുഡ് ദാറ്റ് ഐ ഓർഡർഡ് ദിസ് തിങ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്ന് തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് വേറെ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ചാओ ചാओ.